ഹലോ ഫ്രണ്ട്സ്, ഫ്ലോറൽ ഫ്ലവേഴ്സ് ഓഫ് കേരള എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഗാർഡനിലെ മെലസ്റ്റോമ ഡെയ്സി ചെടികൾ ധാരാളമായി പൂവിടാൻ സഹായിക്കുന്ന ഒരു പ്രധാന വളമാണ് ഡാപ്പ്. ഇതെങ്ങനെ ശരിയായ രീതിയിൽ നൽകാമെന്ന് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. ചെടികളുടെ വേരുകൾ നന്നായി വളരാനും ധാരാളം മൊട്ടുകൾ വരാനും സഹായിക്കുന്ന ഫോസ്ഫറസ്, നൈട്രജൻ എന്നിവയുടെ കലവറയാണ് ഡാപ്പ്. പക്ഷേ ഇത് ഉപയോഗിക്കുമ്പോൾ അളവ് വളരെ പ്രധാനമാണ്. വീഡിയോയിൽ കാണുന്നത് പോലെ ചെടിയുടെ ചുവട്ടിലെ കളകൾ ആദ്യം പറിച്ചു കളയണം. പിന്നീട് ചുവട്ടിലെ മണ്ണ് ചെറുതായൊന്ന് ഇളക്കി കൊടുക്കുക. തായ്തടിയോട് ചേർന്ന് വളമിടരുത്. ഒരു 8 ഇഞ്ച് ചട്ടിയിലുള്ള ചെടിയാണെങ്കിൽ 4 മുതൽ 6 വരെ ചെറിയ തരികൾ മാത്രം ഉപയോഗിക്കുക. ചട്ടിയുടെ വശങ്ങളിലായി ഈ തരികൾ ഇട്ടുകൊടുക്കാം. ഡെയ്സി ചെടികൾക്കും ധാരാളമായി പൂക്കളുണ്ടാകാൻ മാസത്തിലൊരിക്കൽ ഡാപ്പ് നൽകുന്നത് വളരെ അത്യാവശ്യമാണ്. ഇവയ്ക്ക് നല്ല വെയിൽ ആവശ്യമാണ്. വെയിൽ ലഭിക്കുന്ന സ്ഥലത്ത് വെച്ചാൽ മാത്രമേ ഡാപ്പ് നൽകിയാലും നല്ല രീതിയിൽ പൂക്കളുണ്ടാകാൻ സാധ്യതയുള്ളൂ. കൂടാതെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വേനൽക്കാലത്ത് വെയിൽ അധികമുള്ളപ്പോൾ വളം നൽകുന്നത് ഒഴിവാക്കുക. വൈകുന്നേരമോ രാവിലെയോ നൽകുന്നതാണ് ഏറ്റവും നല്ലത്. കൂടുതൽ വളം നൽകിയാലും ചെടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അളവ് എപ്പോഴും ശ്രദ്ധിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വളം നൽകിയാൽ ഉടൻ തന്നെ നന്നായി നനച്ചു കൊടുക്കാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ വളം മണ്ണിൽ ലയിച്ച് വേരുകളിൽ എത്തുകയുള്ളൂ. നിങ്ങളുടെ ചെടികളിലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.